ഇനി തുടർന്നുകൊണ്ടുള്ള ചോദ്യം, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹരി വമൻ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഇലാഹും മഅല്ലാഹ് തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അമ്മൻ യഹ്ദീകും, ഇനി നിങ്ങളെ മാർഗദർശനം നൽകുന്നവൻ ആരാണുള്ളത്? നിങ്ങൾക്കാരാണ് വഴി കാണിച്ചു തരുന്നത്? ഹദാ എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു, യഹ്ദി, ഹദാ യഹ്ദി. അത് പല അർത്ഥത്തിൽ വരും. ഒന്ന്, നമ്മുടെ ദീനിലേക്ക് ഹിദായത്താക്കുന്നതും യഹ്ദി എന്ന് പറയും. വഴിതെറ്റിയവന്റെ വഴി കാണിച്ചു കൊടുക്കുന്നവനും എന്തു പറയും? യഹ്ദി എന്ന് പറയും. ഇവിടെ പറയുന്നത് അമ്മൻ യഹ്ദീകും, അതല്ല ഒരുവനാണോ, ഇങ്ങനെയുള്ള ഒരുവനാണവൻ. യഹ്ദീകും, നിങ്ങൾക്കവൻ വഴി കാണിച്ചു തരുന്നു. ഫീ ളുലുമാതിൽ ബർരി, കരയിലെ ഇരുട്ടുകളിലും, വൽ ബഹരി, കടലിലെ ഇരുട്ടുകളിലും. കരയിലും കടലിലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുമ്പോൾ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരാണുള്ളത്? കരയിലും കടലിലുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ വഴി കാണിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചത് പകൽ സമയത്ത് സൂര്യനെയും രാത്രി സമയത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ്. അന്ന് അത് നോക്കിയിട്ടാണ്. ഇന്ന് നമുക്ക് പോകുന്നിടത്തൊക്കെ സൈൻ ബോർഡുകളുണ്ട്, ദിശാ ബോർഡുകൾ ഉണ്ടാവും. അങ്ങോട്ട് തിരിയുക, ലെഫ്റ്റിലേക്ക് തിരിയാന്നൊക്കെ വേണമെങ്കിൽ ഗൂഗിൾ താത്തയും പറഞ്ഞു തരും അല്ലേ. അവിടേക്ക് ഇത്ര മിനിറ്റ് കഴിഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞു എന്നൊക്കെ. നമുക്ക് അന്ന് വല്ല സംവിധാനം ഉണ്ടോ? അന്നൊരു സംവിധാനമില്ലല്ലോ. ഇരുട്ടത്ത് അവരെ യാത്ര ചെയ്യുമ്പോൾ, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ, പകലിൽ പിന്നെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ, മേപ്പട്ടേക്ക് നോക്കുകയാണ്, നക്ഷത്രം നോക്കിയിട്ടാണ്. അത് കിഴക്ക്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ചിലപ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെയാണ് കിഴക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയൊക്കെയാണ് അവർ ദിശ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന മരുഭൂമിയിലേക്ക് ധൈര്യം ഉണ്ടോ നമുക്കൊന്ന് ഇറങ്ങാൻ? ഇറങ്ങിയിട്ടാണ് നടന്ന വിവരം അറിയും. കുറേ കറങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ എടുത്തു. വഴി കാണിച്ചു തരുന്ന നിഅമത്ത് തന്നത് അള്ളാഹുവാണ്. അന്ന് അവർ വഴി മനസ്സിലാക്കിയത് നക്ഷത്രങ്ങൾ നോക്കും. ഇന്ന ഭാഗത്തൊരു നക്ഷത്രത്തെ കണ്ട അന്ന് അറബിക്ക് അറിയാമായിരുന്നു, അത് ഇന്ന ഭാഗത്താണ്, ഇത് കിഴക്കാണ്, പടിഞ്ഞാറാണ്, തെക്കാണ്, വടക്കാണെന്നൊക്കെ. അങ്ങനെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ നിശ്ചയിച്ചു. അതിൻ്റെ ആധുനിക രൂപങ്ങൾ ഇന്ന് നമുക്കതാ ഗൂഗിൾ മാപ്പുകൾ, സംവിധാനങ്ങൾ, അതൊക്കെ അതിൻ്റെ ആധുനിക രൂപം. പണ്ടതിൻ്റെ പഴയ രൂപം, ഇന്ന് അതിൻ്റെ ആധുനിക രൂപം. ഇന്നിപ്പോൾ ഗൂഗിൾ മാപ്പാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഇതൊക്കെ ആരുണ്ടാക്കിയത് തന്നെ? അള്ളാഹുവാണ് ഈ സബബുകളെയൊക്കെ നിശ്ചയിച്ചത്. ആരാ ഇതൊക്കെ നിശ്ചയിച്ചു തന്നവൻ? ആരുണ്ട്? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല.